ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. കാലുകൾ വലിച്ചു വെച്ചവൾ നടക്കുമ്പോൾ ഉള്ളിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, എത്രയും വേഗം അർജുൻ്റെ അരികിലെത്തുക എന്നത്. ഔട്ട് ഹൗസിലെ പകുതി തുറന്നു കിടന്ന വാതിൽ തുറന്നവൾ അകത്തേക്ക് കയറുമ്പോൾ കണ്ടത് ഹാളിലെ സോഫയിൽ നീര് കൈകൊണ്ട് മുഖം അമർത്തിയിരിക്കുന്ന അർജുനെയാണ്. ഒരു നിമിഷം പോലും കളയാതെ അവൾ അവൻ്റെ അരികിലേക്ക് പാഞ്ഞു ചെന്ന് ആ കാൽക്കിലിരിക്കുമ്പോൾ അർജുൻ ഒരു ഞെട്ടലോടെ അവളെ നോക്കി. ആ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ ഒരു വേള അവനിൽ ആദ്യം നിറച്ചു. ഹേയ് മാളവിക, വാട്ട് ഹാപ്പൻ? അർജുൻ വേഗം അവളെ പിടിച്ചേൽപ്പിച്ച് തനിക്കരികിലേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ മാളവിൻ്റെ ഇരു കൈയും കൂട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്ക അർജുൻ, നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അല്ല, മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല. ഉള്ളിലെ വാശി മുന്നിട്ട് നിന്നപ്പോൾ ഞാനായി തന്നെ സ്വയം എന്തൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചു. പക്ഷെ അതൊക്കെ ശരിയായിരുന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷെ ഞാൻ തോറ്റുപോയി അർജുൻ. സ്നേഹം കൊണ്ട് നിങ്ങളെന്നെ തോൽപ്പിച്ചു. മാളവിക, താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? പ്ലീസ് ആദ്യം ഈ കരച്ചിലൊന്ന് നിർത്തിടൂ. അർജുൻ ഒരു വേള അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ മാളൊരു ആശ്രയം എന്നോണം അവനിലേക്ക് ചേർന്നിരുന്നു. മാധവ് പറഞ്ഞത് കേട്ടിട്ടാണെങ്കിൽ ഈ കുറ്റബോധം വേണ്ട മാളവിക. പലതും എൻ്റെ മിസ്റ്റേക്കാണ്. അതൊന്നും താൻ ഏറ്റെടുക്കരുത്. ഒരുപക്ഷെ ഞാൻ മുൻകൈ എടുത്തിരുന്നുവെങ്കിൽ നമുക്കിടയിൽ ഈ ഒരു വേർപിരിൽ ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞില്ലടോ. ഞാനൊരു മനുഷ്യനല്ലേ. പ്രതീക്ഷിക്കാത്ത പലതും ലൈഫിൽ ഒന്നിച്ച് നേരിടേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. അങ്ങേയറ്റം കുറ്റബോധം നിറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റേത്. അന്ന് ഞാൻ വാശി കൊണ്ട് അവിടുന്ന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുമായിരുന്നില്ല അല്ലേ അർജുൻ? അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് വിതുമ്പുന്ന ചുണ്ടുകളാൽ അവൾ അത് കേൾക്കുമ്പോൾ അർജുനൻ തൻ്റെ പെണ്ണിനോട് അതിയായ വാത്സല്യം തോന്നി. മനഃപൂർവ്വം എൻ്റെ മാളവിക അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. തനിക്കൊട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. അതിനും റീസണി ഞാനല്ലടോ. വീണ്ടും വീണ്ടും തൻ്റെ തെറ്റ് മറച്ചു പിടിച്ചുകൊണ്ട് സ്വയം തെറ്റുകാരനാവുന്ന അവനെ കണ്ട് മാളവികയുടെ കണ്ണു നിറഞ്ഞൊഴുകി. പരിസരം മറന്ന് അവൾ അവനെ വാരിപ്പുണർന്നുകൊണ്ട് തൻ്റെ ചുണ്ടുകളാൽ അവളുടെ ചുണ്ടുകളെ ബന്ധിപ്പിക്കുമ്പോൾ അർജുനൊന്ന് ഞെട്ടി. എന്നാൽ അവളുടെ ചുംബന തീവ്രതയിൽ മതിമറന്ന അർജുൻ നിമിഷ നേരം കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്തമർ. ആത്മാവ് പോലും പകുത്തെടുക്കുന്ന അതിശക്തമായ ചുംബനത്തിൻ്റെ അടയാളം എന്നോണം ആ ചുണ്ടുകൾ പൊട്ടിത്ത് കൈകൾ പരസ്പരം ശരീരത്തിൽ കൂടുതൽ മുറുകി. അവളുടെ കൈകൾ അവൻ്റെ പിൻകഴുത്തിലും തലമുടിയിലായി മുറുകുമ്പോൾ അർജുനിൽ ആവേശം ഇരട്ടിച്ചു. നീണ്ടുനിന്ന ദീർഘ ചുംബനത്തിനൊടുവിൽ പരസ്പരം അടർന്നു മാറിക്കൊണ്ടവർ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു നിന്നു. ഇരുവരിലും മൗനമായിരുന്നുവെങ്കിൽ ഉയർന്നു നിന്നത് അടങ്ങാതെ കിതപ്പായിരുന്നു. ലവ് യു ക്രീപ്പർ. കിതപ്പോട് അവളുടെ ചുണ്ടുകളിൽ വീണ്ടും ഒന്ന് മുത്തമിട്ടുകൊണ്ട് അവൻ മൊഴിയുമ്പോൾ മാളവിൽ എന്തെന്നില്ലാത്ത നാണം പിടികൂടി. അവൾ വേഗം അവനെ വട്ടം കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി. ആ ബെസ്റ്റ് ഭാര്യയും ഭർത്താവും. ഇവിടെ റൊമാൻസ് ആണല്ലേ. കരഞ്ഞു നിലവിളിച്ചിരിക്കുന്ന നിങ്ങളെ സമാധാനിപ്പിക്കാമെന്ന ഞങ്ങൾ ആരായി? പെട്ടെന്ന് ഡോർ സൈഡിൽ നിന്നും മാധവ് പ്രത്യക്ഷപ്പെടുമ്പോൾ മാള് ഞെട്ടലോട് അതിവേഗം അർജുനിൽ നിന്നും അകന്നു മാറി. അത് കണ്ട് അർജുൻ മാധവനെ നോക്കി പല്ല് കടിച്ചു. ഐ ആം ദി സോറി അളിയ, ഐ ആം ദി സോറി. കന്യകരായ ഞങ്ങളിവിടെ പുരനിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ മാത്രം റൊമാൻസിക്കുന്നത് ശരിയാണോ? മാധവ് ഒരു കള്ളച്ചിരിയോടെ മൈവിനെയും കൊണ്ട് അകത്തേക്ക് കയറി അവർക്ക് അരികിലായി വന്നു. സോ വാട്ട്, ഷീസ് മൈ ഗേൾ. നിനക്ക് വേണമെങ്കിൽ നീ കെട്ടിക്കൊണ്ട് വീട്ടിൽ പോടാ. മാളുവിനെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അർജുൻ ഗൗരവത്തിൽ പറയുമ്പോൾ മാളു നാണത്തോടെ അവനിലേക്ക് ചേർന്ന് നിന്നു. എന്നാൽ പെട്ടെന്നാണ് മാധവ് മാളുവിനെ അർജുനിൽ നിന്നും അവൻ്റെ അടുത്തേക്ക് വലിച്ചത്. സോറി അളിയ, ഇതിവിടെ നടപ്പുള്ള കാര്യമില്ല. ഞങ്ങളുടെ വിവാഹം കഴിയുന്നത് വരെ അളിയന് സ്പർശനഭാവം ദർശന പുണ്യം. മാളൂട്ടി എൻ്റെ പെണ്ണിനെയും കൊണ്ട് വീട്ടിൽ പോകും. ഞാൻ എൻ്റെ അളിയനൊന്ന് ഉപദേശിക്കട്ടെ. അത് കേട്ട് വേറെ വഴിയില്ലാതെ മാളും മൈവിനെയും കൊണ്ട് പുറത്തേക്ക് പോയി. വാതിൽ കടക്കുന്നതിന് മുമ്പേ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാനും മറന്നില്ല. നിനക്ക് എന്ത് കോപ്പാണ് ദേശം വേണ്ടത്? എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല നീ. കറക്റ്റ് സമയം നോക്കി എവിടുന്നെങ്കിലും പൊട്ടി മുളിച്ചോടും തേണ്ടി. അവർ പോയതും അർജുൻ മാധവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി. എന്താണെന്ന് അറിയില്ല അളിയാ, നിന്നോട് എനിക്ക് പോയി ഭയങ്കര സ്നേഹമാണ്. മാറി നിൽക്കാനേ തോന്നില്ല സത്യം. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താ നിന്റെ ചുണ്ടിലൊരു തിണർപ്പ്? എന്തെങ്കിലും കടിച്ചോ അളിയാ? മാധവ് അവനെ ചുയന്ന് നോക്കുമ്പോൾ അർജുൻ ഒരു പതർച്ചയോട് അവനെ വിട്ടുമാറി തിരിഞ്ഞു നിന്നു. അല്ല ഉത്തരം തരാതെ പോവാണോ നീ? പിറകിൽ നിന്ന് മാധവ് വിളിച്ച് ചോദിക്കുമ്പോഴും അർജുൻ മൗനം പാലിച്ചു. ഈ സമയങ്ങളിൽ അതല്ലേ നല്ലത്. റൂമിലേക്ക് എത്തിയ മാളു എന്തെന്നില്ലാത്ത സന്തോഷത്തിലായിരുന്നു. അവൾ കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അരമണിക്കൂറത്തെ വിശാലമായ കുളിയും നനയും കഴിഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി. ദാവണി സ്കാർട്ടും ബ്ലൗസുമാണ് അവൾ ഇട്ടിരിക്കുന്നത്. തലയിൽ തോർത്തുകൊണ്ട് മുടിയെല്ലാം ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട്.
എങ്കിലും കുറച്ച് മുടിയിഴകൾ അവളുടെ കഴുത്തിന് മാറ്റി കൂട്ടാണെന്ന് പുറത്തേക്ക് വീണ് കിടപ്പുണ്ട്. ചുണ്ടിലെ മൂളിപ്പാട്ടോടെ അവൾ ബാത്റൂം ഡോർ ലോക്ക് ചെയ്ത് തിരിയുമ്പോഴാണ് അടഞ്ഞു കിടക്കുന്ന റൂമിൻ്റെ വാതിൽ തുറന്ന് അർജുൻ അകത്തേക്ക് വരുന്നത്. ഒരു നിമിഷം അവനവിടെ കണ്ട് അവളൊന്ന് ഞെട്ടി. അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ വരവിനനുസരിച്ച് മാളു പിന്നിലേക്ക് നീങ്ങി ഒടുവിൽ ചുമരിൽ തട്ടി നിന്നു. അർജുൻ മെല്ലെ മാളവിൻ്റെ തോളിൽ കൈവച്ചു. മാളവൻ വെച്ച കൈയിലേക്ക് നോക്കി ഉമിനീരിറക്കി. അർജുൻ മെല്ലെ അവളുടെ തലയിൽ കെട്ടിയ തോർത്ത് അടിച്ചെടുത്തു. അർജുൻ വേണ്ട, എന്തേ കാണിക്കുന്നേ? മാള നിന്ന് വിറക്കാൻ തുടങ്ങി. കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. എന്തിനാ പെണ്ണെങ്ങനെ വിറക്കുന്നത്? ഞാൻ നിന്റെ പ്രാണനല്ലേ, പിന്നെന്തിനാ ഈ പേടി? അവൻ ചോദിച്ചതും അവൾ തലയുയർത്തി അവനെ ഒന്ന് നോക്കി. മാളു പെരുവിരലൊന്ന് ഉയർന്ന് അവനെ നെറ്റിയിലായി ഒരു ഉമ്മ വെച്ചു. അർജുനൊരു കള്ളച്ചിരിയോടെ അവളുടെ വിറക്കുന്ന ഇരു അതങ്ങളും മാറി മാറി നുണയാൻ തുടങ്ങി. ആ സമയം മാളുവിൻ്റെ കൈകൾ അവൻ്റെ പുറത്ത് നീറ്റൽ തീർന്നു. പതിയെ തുടങ്ങിയ ചുംബനം അതിർവരമ്പുകൾ ലംഘിച്ച് തീവ്രമായി. അവനിലും അവളിലും പല മാറ്റങ്ങളും സംഭവിക്കാൻ തുടങ്ങി. അവൻ്റെ കൈകൾ അവളുടെ കുഞ്ഞു മാറിൽ ചിത്രങ്ങൾ വരച്ചു. അതിനെ ഞെക്കിയും തഴുകിയും അവളെ അവൻ സുഖാനുഭൂതിയുടെ നെറുകയിലെത്തിച്ചു. മിനിറ്റുകൾ നീണ്ട ആ ലഹരിയിൽ മാളുവിൻ്റെ ഉള്ളു മറ്റൊന്നിനോ കൊതിച്ചു. അത് മനസ്സിലായ അർജുൻ അവൻ്റെ കൈ അവളുടെ പെണ്ണിൽ തട്ടിച്ചു വെച്ചു. മാളു ഞെട്ടിപ്പോയി. പക്ഷേ അവൾ അതിനെ തടയാൻ നിന്നില്ല. അവളും അവൻ തരുന്ന ആ സുഖമുള്ള നോവ് അനുഭവിക്കാൻ റെഡിയായിരുന്നു. അർജുൻ മെല്ലെ അവിടെ വെല്ലുകൾ കൊണ്ട് താളമിട്ടു. മാളു ഉയർന്നവൻ്റെ രണ്ട് ചുണ്ടും മാറി മാറി കടിച്ചു നിന്നു. അവളിൽ നിന്നും പല ശബ്ദങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങി. കെട്ടുപൊട്ടിയ പട്ടം പോലെ അവൾ കിടന്ന് പെടഞ്ഞു. മാളു, ഇനിയും വയ്യെ പിടിച്ചു നിർത്താൻ, സ്വന്തമാക്കിക്കോട്ടെ ഞാൻ മുഴുവനായും. പറയാൻ കാത്തു നിന്ന പോലെ അവൾ അവൻ ഇറുകെ പുണർന്ന് തന്നിലേക്ക് ചേർത്തു. അതൊരു സമ്മതമായി കണ്ട് അവൻ അവളുടെ ആഴങ്ങളിൽ നിധി തേടിപ്പോയി. വേദനയിൽ മാളു ഒന്ന് കരഞ്ഞു. പക്ഷേ പിന്നീട് അതൊരു സുഖമുള്ള നോവായി. ഉയർച്ച കാഴ്ചകൾ കൂടി, വിയർപ്പുകൾ ഒന്നായി. അവസാനം അവൻ അവളിലേക്ക് തളർന്നു വീണു. ആദ്യമായി അറിയുന്ന സുഖമുള്ള നോവിൽ അവളും അവന് ഇറുകപ്പെടുന്നു. വിയർത്തൊട്ടി അവന് നെഞ്ചോരം ചായുമ്പോൾ നിർവൃതിയായി ഇരു ചുണ്ടുകളിലും ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. തന്നിലെ പെണ്ണിനെ പൂർണ്ണതയിലെത്തിച്ച അവനോടുള്ള അടങ്ങാത്ത സ്നേഹം അവളിൽ നിലകൊള്ളുമ്പോൾ അവനിൽ തങ്ങളുടെ പ്രണയം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ നിർവൃതിയായിരുന്നു. മാളവിക, പ്രണയാതുരമായ ആ വിളിയിൽ മെല്ലിയൊന്ന് മൂളിയവൾ. അർജുന അവളുടെ താടിത്തുമ്പ് പിടിച്ച് തനിക്ക് നേരെ ആ മുഖമുയർത്തി. വിയർപ്പിനാൽ വികാരപരവശയായി ചുവന്നു പോയ മുഖം, വിയർപ്പ് പൊടിഞ്ഞ മുഖവും അഴിഞ്ഞുലഞ്ഞ മുടിയും വേറുന്ന ഹൃദയമിടിപ്പും അവനും മനസ്സിലാക്കി കൊടുത്തു അവളുടെ ഉള്ളിലെ തിരയിളക്കം. അർജുൻ്റെ ചുണ്ടുകളിൽ എന്തെന്നില്ലാത്ത പുഞ്ചിരിയായി നിന്ന് അത്രയേറെ തിളക്കവും. അർജുന അവളുടെ സമ്മതത്തിനായി ആ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് വീണ്ടും അവളിലേക്ക് അമരുമ്പോൾ ഒരിക്കൽ കൂടെ അവനെ അറിയാൻ അവളും തയ്യാറായിരുന്നു. അർജുന കാത്തിരുന്ന് കാണാതെയായതും മാധവുമെല്ലാം പുറത്തേക്ക് ഇറങ്ങി. ഔട്ട് ഹൗസിലെ ഗേറ്റും കടന്ന് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒമ്മറപ്പടയിലിരിക്കുന്ന മൈവനെ കാണുന്നത്. ഒരു വേള അവൻ്റെ മുഖമൊന്നും വിടുന്നു. ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ മാധവുമെല്ലാം അവൾക്ക് അരികിലേക്കായി നടന്നു. കുളി കഴിഞ്ഞ് തോർത്തിനാൽ തലചുറ്റി കെട്ടിവെച്ചിട്ടുണ്ട്. അവൻ നെറ്റിയിൽ തിരികെ കുറി ചാർത്തിയിട്ടുണ്ട്. ഉമ്മറത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിനരികിലായാണ് അവൾ ഇരിക്കുന്നത്. മെല്ലെ ആ ചുണ്ടുകൾക്കിടയിലൂടെ നാമം ഉരുവിടുന്നുണ്ട്. പെട്ടെന്ന് പിൻകഴത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടതുമായി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന മാധവനെ കണ്ട് അവൾ ചാടി എഴുന്നേൽക്കുമ്പോൾ കാലൊന്ന് സ്ലിപ്പായി പിന്നിലേക്ക് ആഞ്ഞുപോയി. പെട്ടെന്ന് അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് പിടിക്കുമ്പോൾ മായ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. നോക്കി നടക്കൻ്റെ പെണ്ണ്, എവിടെയും തട്ടിത്തടഞ്ഞ് വീണ് ഈ മേനി ഉടക്കല നീ. കണ്ണുകളിൽ കുസൃതി നിറച്ചവൻ മെല്ലെ പറയുമ്പോൾ മായ നാണം കൊണ്ട് മുഖം താഴ്ത്തി. എല്ലാവരും എവിടെ? അതിന് മറുപടിയായി അവൾ അകത്തേക്ക് വിരൽ ചൂണ്ടി. അത് കേട്ട് മാധവൊന്ന് മൂളിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ മിഴികൾ ഊന്നി നിന്നു. ആ മേൽചുണ്ടിന് മുകളിലെ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾക്ക് മുകളിലായി വിയർപ്പ് തുള്ളികൾ രൂപപ്പെടുന്നത് മാധവ് ഒരു നെറുപുഞ്ചിരിയോടെ നോക്കിക്കണ്ടു. എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൻ അവളിലേക്ക് മുഖം അടുപ്പിക്കുമ്പോഴാണ് ഉള്ളിൽ നിന്നും ആരുടെയോ കാൽപെരുമാറ്റം കേട്ടത്. മായ വേഗം അവനിൽ നിന്ന് പിടഞ്ഞു മാറുമ്പോൾ മാധവ് ഒരടി പിന്നിലേക്ക് നീങ്ങി. ശ്രീധരനായിരുന്നു, കൂടെ സിന്ധുവും. ആ മോനോ, കയറിയിരിക്ക്. അല്ല, അർജുൻ മോൻ എവിടെ? സിന്ധു ഒരു പുഞ്ചിരിയോടെ ചോദിക്കുമ്പോൾ മാധവ് നിശബ്ദനായി. അവനിവിടെ ഇല്ലേ? ഒരു നിമിഷം അവനൊന്ന് ആലോചിച്ചു. അർജുൻ ഇവിടെ ഇല്ലേ? കുറച്ച് നേരം മുന്നേ ഇങ്ങോട്ട് വന്നതാണല്ലോ. മാധവ് ഉമ്മറത്തേക്ക് കയറിയിരുന്നു കൊണ്ട് ചോദിച്ചു. ഓ, എന്നാ മാളവിൻ്റെ റൂമിൽ കാണും. രണ്ടിനെയും താഴേക്ക് കണ്ടിട്ടില്ല. സിന്ധു അത് പറയുമ്പോൾ മാധവ് ഉള്ളിൽ നിന്നും അർത്ഥം വെച്ച് ചിരിച്ചു. ശ്രീധരനും മാധവും ചെറിയ രീതിയിലേക്ക് സംസാരത്തിലേക്ക് കടക്കുമ്പോൾ മായുവും സിന്ധുവും അതും ശ്രദ്ധിച്ചിരുന്നു. അർജുൻ
മതി, എഴുന്നേൽക്ക്, സമയം ഒരുപാടായി. എന്നെ കാണാതെ അമ്മ ഇങ്ങോട്ട് തിരക്കി വരൂ കേട്ടോ. മാള് കുളി കഴിഞ്ഞിറങ്ങിയിട്ടും എഴുന്നേൽക്കാതെ അപ്പോഴും കമഴ്ന്ന് കിടന്നുറങ്ങുന്ന അർജുനെ തട്ടി വിളിക്കുമ്പോൾ അർജുൻ അവളുടെ ആ കയ്യിൽ പിടിച്ച് വലിച്ചു. അവൾ കൃത്യം അവൻ്റെ പുറത്തായി വന്ന് വീഴുമ്പോൾ അർജുൻ അവളെയും കൊണ്ടൊന്നും പറഞ്ഞു. മാള് പിടപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ? അവളൊരു വിക്കലോടെ ചോദിക്കുമ്പോൾ അർജുൻ അവളെ തന്നെ നോക്കി കിടന്നു. മാളുവിനെന്തോ ആ നോട്ടം താങ്ങാൻ കഴിയാത്തതുപോലെ തോന്നുമ്പോൾ അവൾ മെല്ലെ മുഖം മാറ്റി അവനിൽ നിന്ന്. ഏയ് ക്രീപ്പർ, ആർ യു ഷെയിം? അത് കേൾക്കാൻ മാള് കണ്ണുകൾ കൂർപ്പിച്ച് അവനൊന്ന് നോക്കുമ്പോൾ ആ മുഖം മുഴുവൻ കുസൃതി ചിരിയാണ്. ഹോ, ഇങ്ങനെ നോക്കലെന്നെ മോളൂസേ, ഞാൻ നിർത്തിയെടുത്ത് നീ വീണ്ടും തുടങ്ങുവേ. അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ മാള് വെപ്രാളത്തോടെ അവനെ തള്ളി മാറ്റിക്കൊണ്ട് കിട്ടിയെ തക്ക നോക്കി ചാടി എഴുന്നേറ്റു. അർജുൻ തുടങ്ങിക്കൊണ്ട് അവിടെ കിടന്നു, ഞാൻ പോവാ. അവനെ നോക്കി നന്നായൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ പായുമ്പോൾ അർജുൻ കാറ്റടിച്ചു വിട്ട് പട്ടം പോലെയായി. താനോട്ട് റൊമാൻറ്റിക് അല്ലട്ടോ മാളവിക, നമ്മൾ തമ്മിൽ ചേരുമെന്ന് തോന്നില്ല. എനിക്കല്പം റൊമാൻറ്റിക്കൊക്കെയാണ് ഇഷ്ടം, ഏതൊരുമാതിരി മൂരാജിയെ പോലെ. അർജുൻ അവൾക്ക് നേരെ പുച്ഛം തൊടുത്ത് വിടുമ്പോൾ എന്തോ മാളുവിൻ്റെ ഉള്ളിൽ തന്നെ അത് വന്നുകൊണ്ടു. എന്നാ പോയിക്കോ, കാത്തിരിക്കുന്നുണ്ടാവും നിങ്ങളുടെ പഴയ കാമുകി. ഞാനിങ്ങനെയാ, വൈകിങ്ങനെ എന്നെ സഹായിക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് അവൾ വെട്ടിത്തിരിയുമ്പോൾ അർജുൻ വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുതപ്പെടുത്ത് തൻ്റെ ശരീരം മറച്ചുകൊണ്ട് അവൾക്കരികിലേക്കായി വന്ന് അവളെ പിടിച്ച് അവന് നേരെ തിരിച്ചു. യു ആർ വെരി ക്രൂവൽ മാളവിക. എൻ്റെ സസ്പെൻസ് മുഴുവൻ കണ്ടിട്ട് ഇപ്പോൾ എന്നെ വേണ്ടെന്നോ? എൻ്റെ ചാരിത്രം നിനക്ക് മുന്നിൽ പോയില്ലേടി, ഇനി എന്നെ ആര് സ്വീകരിക്കും? അർജുൻ സങ്കടത്തോടെയും ഞെട്ടലോടെയും പറയുമ്പോൾ മാളവനെ കണ്ണും പിടിച്ച് നോക്കി. ദുഷ്ട, അപ്പം എൻ്റെ അവസ്ഥയോ? നിങ്ങൾ എന്നെയും കണ്ടില്ലേ? അത് പിന്നെ ഇരുട്ടായതുകൊണ്ട് ഞാനൊന്നും വ്യക്തമായിട്ട് കണ്ടില്ല, ഒരു മിന്നായം പോലെ എന്തൊക്കെയോ. അർജുൻ അത്രയും പറഞ്ഞപ്പോൾ തന്നെ മാള് വേഗം അവൻ്റെ വായ അമർത്തിപ്പൊത്തി. ഒരു വേള അവളുടെ കണ്ണുകൾ പിടയുന്നുണ്ടായിരുന്നു. അർജുനിൽ എന്തെന്നില്ലാത്ത വശ്യതയും. അർജുൻ മെല്ലെ അവളുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവൾ അരയിലൂടെ വട്ടം പിടിച്ച് അവനിലേക്ക് ചേർത്തു. മാളവിക, നിനക്കും എനിക്കും എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും നമ്മൾ തമ്മിലൊരു വേർപിരിയിൽ അതിനുണ്ടാവില്ല. നിന്നെ മതി അർജുന്, എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം. വാക്കുകൾ കൊണ്ടുപോലും നമുക്കിടയിലേക്ക് മറ്റൊരാൾ വേണ്ട. കണ്ണുകൾ മുഴുവൻ പ്രണയം നിറച്ചവൻ പറയുമ്പോൾ മാളുവിൻ്റെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി പിരിഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് മാള് നിന്നിടത്തും എരിവ് വലിച്ചുകൊണ്ട് ഒന്ന് ഉയർന്നു പോയത്. ഇനിമേലിൽ നമ്മുടെ നിമിഷങ്ങൾക്കിടയിൽ നീ ശ്രീയുടെ പേര് കൊണ്ട് വന്ന, ഇതിപ്പോൾ ഞാൻ ഒരുപാട് ടൈംസായി പറയുന്നു മാളവിക. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിൽ നിന്നും കൈയെടുക്കുമ്പോൾ മാള് നിറഞ്ഞ കണ്ണുകൾ അവനെ ഒന്ന് നോക്കി. അറിയില്ല അർജുൻ, ഞാൻ പോലും അറിയാതെ ചില നേരം എൻ്റെ നാവിൽ നിന്ന് വന്നു പോകുന്നതാണ്. പേടി എനിക്കെൻ്റെ അർജുനെ നഷ്ടമാകുമെന്ന്. ഇനി ഒരിക്കൽ കൂടെ നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ അർജുൻ. കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ അവൾ വലം കൈയാൽ തുടച്ചുകൊണ്ട് പറയുമ്പോൾ അർജുൻ നോവോട് അവളെ നോക്കി.